بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الكرام أما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന്റെ ചെറുതും വലുതുമായ കൽപ്പനകൾ സ്വീകരിക്കുകയും നിരോധനങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നര ബാധിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ചിലർക്ക് അധികമായി നര ബാധിച്ചെന്ന് വന്നേക്കാം. ചിലർക്ക് മുഴുവനായും നര ബാധിച്ചെന്ന് വന്നേക്കാം. വിശുദ്ധമായ ഖുർആനിൽ വജാഅകുമുൻ നദീർ എന്ന് കാണാം. ഈ പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ നദീർ എന്ന് പറഞ്ഞതിന് മുന്നറിയിപ്പുകാരൻ, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്ന ഈ പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിന് മുന്നറിയിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നര എന്നാണ്. അപ്പം നര നിങ്ങൾക്ക് വന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് മരണത്തിൻ്റെ സൂചനയാണ്. ഇപ്പോൾ പ്രഭു സുബ്ഹാനഹു വ തആല അപ്പം നര ബാധിച്ചിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാൻ, ആ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വന്നിട്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ താമസിക്കാൻ പാടില്ല എന്ന സൂചനയാണ്. അപ്പം നര ബാധിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചിലർ ആ നര ബാധിച്ച രോമങ്ങൾ, മുടികൾ പറിച്ചു കളയാറുണ്ട്, ചിലപ്പോൾ വെട്ടിക്കളയാറുണ്ട്. ഇത് പരിശുദ്ധമായ ഇസ്ലാം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, ലാ തൻതിഫു ശൈബ, നിങ്ങൾ നര പറിച്ചു കളയരുത്. ഫൈനഹു നൂറുൻ യൗമൽ ഖിയാമ, കാരണം തീർച്ചയായും അത് ഖിയാമത്ത് നാളിൽ പ്രകാശമാണ്. സ്വർഗത്തിലേക്ക് തന്നെ എത്തിക്കുന്ന വഴിയിൽ അത് പ്രകാശമായി വരുന്നതാണ് എന്നാണ് മഹാനീയ പ്രവാചകൻ പഠിപ്പിച്ചത്. മൻ ശാബ ശൈബത്തൻ ഫിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിലായി നരബാധിച്ചവനായാൽ കതബല്ലാഹു ലഹു ബിഹാ ഹസനത്തൻ, ആ നര കാരണത്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ രേഖപ്പെടുത്തും. വഹത്ത അൻഹു ബിഹാ ഖതീഅത്തൻ, അത് കാരണമായി അവനിൽ നിന്നും ഒരു തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയും. വറഫഅ ലഹു ബിഹാ ദറജത്തൻ, ഒരു പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ലാഹ് തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം നര പറിച്ചു കളയരുത്, അത് ഖിയാമത്ത് നാളിലെ പ്രകാശമാണ്. അതുകൊണ്ടുള്ള നേട്ടമാണ് നന്മ. ഒരു നരക്ക് ഒരു നന്മ രേഖപ്പെടുത്തുകയാണ്, ഒരു തിന്മ മായ്ക്കപ്പെടുകയാണ്, ഒരു ദറജ, ഒരു പദവി ഉയർത്തപ്പെടുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുകയാണ്, കാന യക്റഹു അൻ യൻതിഫ റജുലു അശഅറത്തൽ ബൈദാ മിൻ റഅസിഹി വ ലിഹയതിഹി, ഒരു മനുഷ്യൻ തൻ്റെ തലയിൽ നിന്ന്, തൻ്റെ താടിയിൽ നിന്ന്, അഥവാ തലമുടിയിൽ നിന്നും താടി രോമങ്ങളിൽ നിന്നും വെളുത്ത രോമത്തെ ഒരു മനുഷ്യൻ പറിച്ചു കളയുന്നതിനെ മഹാനീയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തിരുന്നു. നാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, വലം യഖ്ലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഈ നരക്ക് ഡൈ ചെയ്തിരുന്നില്ല, ചായം പുരട്ടിയിരുന്നില്ല, പൂശിയിരുന്നില്ല. എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? ഇസ്തിഹ്ബാബു ഇബ്ഖാഇ ശൈബി മിൻ ശഅരി റഅസി വൽ ലിഹ്യ, തലമുടിയിൽ നിന്ന് താടി രോമങ്ങളിൽ നിന്നുള്ള നര അവിടെ തന്നെ അവശേഷിപ്പിക്കൽ മുസ്തഹബാൻ, സുന്നത്താണ്. കറാഹത്തു നത്ഫിഹി, അതിനെ പറിച്ചു കളയൽ കറാഹത്താണ്. ഇസ്ലാമിലായി നര ബാധിച്ചയാൾ ഖിയാമത്ത് നാളിൽ അവൻ അത് പ്രകാശമായി വരുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുലാലത്ത് ബിൻ ഉബൈദ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഇപ്രകാരം നരബാധിച്ചു അത് ഖിയാമത്ത് നാളിൽ പ്രകാശമായിട്ട് വരും എന്ന ഹദീസിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഫൈന റിജാലി യന്തിഫൂന ശൈബ, ചില ആൾക്കാരൊക്കെ നര പറിച്ചു കളയുന്നുണ്ടല്ലോ. അപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്? മൻ ശാഅ ഫൽയന്തിഫ് നൂറഹു, ഉദ്ദേശിച്ചയാൾ അവന്റെ ആ പ്രകാശത്തെ പറിച്ചു കളഞ്ഞുകൊള്ളട്ടെ, അതിനെ ഇല്ലായ്മ ചെയ്തു കൊള്ളട്ടെ. പ്രകാശമാണല്ലോ, അതിനെ കെടുത്തി കളയട്ടെ ഉദ്ദേശിച്ചവർ. അവൻ ഉദ്ദേശിച്ച ആ പ്രകാശത്തെ നിലനിർത്താൻ ഉദ്ദേശിച്ചാലോ നാളെ പരലോകത്തത് പ്രകാശമായി വരും. മഹാനായ പ്രവാചകൻ പറഞ്ഞതായി ഇമാം ബസാർ, ഇമാം തബറാനിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ ഈ നര അവിടെ അവശേഷിപ്പിക്കൽ മുസ്തഹബാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, യകൂനു ഖൗമുൻ യഖ്ലിബൂന ഫി ആഖിരി സമാനി ബിസ്സവാദി കഹവാസിൽ ഹമാം ലാ യരീഹുന റായിഹത്തൽ ജന്ന, ഒരു വിഭാഗം ജനത ഖിയാമത്ത് നാളിൽ, ആഖിർ സമാനിൽ, കാലത്തിന്റെ അവസാനത്തിൽ, അവസാന നാളിലെ അവസാന കാലഘട്ടത്തിൽ കറുപ്പ് കൊണ്ട് ചായം പുരട്ടുന്നവരായിട്ട്, ഡൈ ചെയ്യുന്നതായിട്ട് ഒരു ജനതയുണ്ടാകും. പ്രാവിനെ പോലെ, പ്രാവിന്റെ രോമങ്ങളൊക്കെ പോലെ. അവര് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുകയില്ല. നരയെ ഡൈ ചെയ്താൽ അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയൂല. ഇമാം അബൂ ദാവൂദ്, നസായി, ഇബ്നു ഹിബ്ബാൻ തന്റെ സഹീഹിൽ, അപ്പോൾ ഹാക്കിം തുടങ്ങിയവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ എന്ത് മനസ്സിലാക്കാം? ഇസ്തിഹബാബു സബഉ ശൈബി ബിൽ ഹിന്നാഇ വഗൈരിഹി, എന്നാൽ മൈലാഞ്ചി കൊണ്ടും മറ്റും നരയെ ചായം പുരട്ടല് മുസ്തഹബാണ്, സുന്നത്താണ്. അത് വഹുവൽ ഖിലാബുൽ മത്ലൂബു ശറഅൻ, അത് ശറഇൽ മതപരമായ നിയമത്തിൽ തേടപ്പെട്ട, ആവശ്യപ്പെടുന്ന ചായം പുരട്ടലാണ് ഈ പറഞ്ഞ മൈലാഞ്ചി പോലുള്ളത് കൊണ്ട്. അപ്പോൾ അമ്മൽ ഖിലാബ് ബിസ്സവാദി, കറുപ്പ് കൊണ്ട് ചായം പുരട്ടുക, കറുപ്പ് കൊണ്ട് തല, മുടി, താടി രോമങ്ങളൊക്കെ ഡൈ ചെയ്യുക, ഇത് ഹറാമുൻ ശറഅൻ, ശറഇൽ ഹറാമാണ്. ലിമാ ഫീഹി മിൻ ഖിദാഇൻ, അതിൽ എന്തുണ്ട്? ചതിയുണ്ട്. തഗ്യീരിൽ ഖൽഖില്ല, അള്ളാഹിന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തലുണ്ട്. ഇത് അനുവദനീയമാണ്. കറുപ്പ് കൊണ്ട് ഡൈ ചെയ്യല്, കറുപ്പ് കൊണ്ട് ചായം പുരട്ടല്. യുബാഹുൽ ജിഹാദി, ജിഹാദിൽ, ധർമ്മസമരത്തിൽ, ലിർഹാബിൽ അദുവി, ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി ചെറുപ്പക്കാരാണ്, എന്തിനും കഴിവുള്ളവരാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി, പ്രായം ചെന്നവരല്ല, കഴിവുള്ളവരാണെന്ന് തോന്നിപ്പിക്കാൻ, അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ധർമ്മസമരങ്ങളിൽ ഇത് അനുവദനീയമാണ്. അല്ലെങ്കിൽ അത് ഹറാമാണ്. ഹദീസിന്റെ കിതാബുകളിലൂടെ തർഗീബ് തർഹീബിലൊക്കെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ യഹൂദ വൻ നസ്വാറ ലാ യസ്ബഊൻ, ജൂതന്മാരും നസ്വാറാക്കളും അവര് ലാ യഖ്ലിബൂന ശുഊറഹും, അസൽ തീരെ തന്നെ അവരുടെ മുടികളെ, അവരുടെ രോമങ്ങളെ അവർ ചായം പുരട്ടുകയില്ല, കളറ് ചേർക്കുകയില്ല, ചായം പൂശുകയില്ല, ഡൈ ചെയ്യുകയില്ല. അതുകൊണ്ട് ഫഖാലിഫൂഹും, ആ യഹൂദി നസാറാക്കളോട് നിങ്ങൾ എതിരാകണം. വഖ്ലിബൂ ബിമാ അല സവാദി, കറുപ്പല്ലാത്ത നിറം കൊണ്ട് നിങ്ങൾ ചായം പുരട്ടുക. ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ ഇവിടുത്തെ ഉദ്ദേശം? ഖിലാബു ശഅരിൽ ലഹിയത്തി വറഅസിൽ
അബിയൽ ബിസുഫ്രത്തിൻ ഔ ഹുംറത്തിൻ, ചുവപ്പോ മഞ്ഞയോ പോലുള്ള കളറ് കൊണ്ട് താടി രോമങ്ങൾ, തലമുടികൾ, വെളുത്ത തലമുടികളും വെളുത്ത താടി രോമങ്ങളും ഒക്കെ ഈ ചുവപ്പ് കളർ കൊണ്ട് അല്ലെങ്കിൽ മഞ്ഞ കളർ കൊണ്ടൊക്കെ ചായം പുരട്ടുക, അതെന്താണ്? അനുവദനീയമാണ്. അത് അങ്ങനെ പുരട്ടണം അവരോട് എതിരാകാൻ. വമ്മൽ അസ്വദു, അപ്പോൾ കറുത്ത വസ്തു കൊണ്ട്, കളർ കൊണ്ട് ചായം പുരട്ടല്, അഥവാ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഈ ഡൈ ചെയ്യല്, ഫമൻഹിയുൻ അൻഹു അലാ സബീലി തഹരീം, ഹറാമിന്റെ മാർഗത്തിലൂടെ, അത് ഹറാമാണെന്ന നിലയിൽ അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അനുവദനീയമാകുന്നത് ഇല്ലാ ഫിൽ ജിഹാദിൽ ഇർഹാബിൽ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശത്രുവിനെ ഭയപ്പെടുത്താൻ വേണ്ടി ധർമ്മസമരത്തിൽ ഒഴികെ ഇത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. ധർമ്മസമരത്തിലാണെങ്കിൽ അനുവദനീയമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഉത്തിയ ബി അബി ഖുഹാഫ വാലിദി അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യൗമ ഫതഹി മക്ക, മക്കം ഫതഹിന്റെ ദിവസം, മക്ക വിജയത്തിന്റെ ദിവസം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവര്, അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ ഇബ്നു ആമിർ എന്നാണ്, ആമിറിന്റെ മകൻ ഉസ്മാൻ. അപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കം ഫതഹിന്റെ അന്ന്, മക്ക വിജയത്തിന്റെ അന്ന് മുസ്ലിമായി. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ, ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു. വറഅസുഹു വലിഹയതുഹു, അദ്ദേഹത്തിന്റെ തലയും താടി രോമങ്ങൾ, തലമുടിയും, തലയും താടിയും എന്ന് പറഞ്ഞാൽ തലമുടിയും താടി രോമങ്ങളും സഹാമത്തി, സഹാമത്ത് പോലെയാണ്, ബയാലൻ വെളുത്ത സഹാമത്ത് പോലെ. എന്താ സഹാമത്ത് എന്ന് പറഞ്ഞാൽ? വനബത്തുൻ അബിയദു സഹർ വസമർ, വെളുത്ത പൂവ്, വെളുത്ത പഴം, അതിൻ്റെ എല്ലാം ചെടിയാണ്. അപ്പം ആ ചെടിയിലെ വെളുത്ത പൂവ്, വെളുത്ത പഴങ്ങളെ പോലെ ഈ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവരുടെ തലമുടിയും താടി രോമങ്ങളൊക്കെ നല്ല വെളുത്തതായിരുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗയ്യിറു ഹാദാ, ഇതിനെ നിങ്ങൾ മാറ്റം വരുത്തുക. ഏതിനെ? ഐ അശൈബ ബിൽ ഖിലാബ്, ഈ നരയെ നിങ്ങൾ ചായം പുരട്ടിക്കൊണ്ട് മാറ്റം വരുത്തുക. വജിത്തനിബു സവാദ, ചായം പുരട്ടാം, പക്ഷേ കറുത്ത ചായം പുരട്ടുന്നതിനെ നിങ്ങൾ വർജിക്കണം. ഉജൂബൻ, നിർബന്ധമായിട്ടും. കറുത്ത കളറ് താടിയിലും രോമങ്ങളിലും തലമുടിയിലും ഉപേക്ഷിക്കണം, വർജിക്കണം. വല തഖ്ലിബു ബിഹി, കറുപ്പ് കൊണ്ട് ചായം പുരട്ടരുത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ താടി രോമങ്ങൾ, തലമുടികൾ, ഇവയിൽ നര ബാധിച്ചതിനെ പറിച്ചു കളയരുത്. അത് ഖിയാമത്ത് നാൾ പ്രകാശമായി വരും. അത് അവിടെ തന്നെ അവശേഷിപ്പിക്കലാണ് മുസ്തഹബായത്, സുന്നത്തായത്. പറിച്ചു കളയൽ കറാഹത്താണ്. എന്നാൽ യുദ്ധം, ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി ധർമ്മസമരം പോലുള്ളതിൽ അത് അനുവദനീയമാണ്. ഇതിൽ ചായം പുരട്ടുന്നവർ, അവർക്ക് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയില്ല. മൈലാഞ്ചി പോലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചുവപ്പ് മഞ്ഞ കളർ കൊണ്ട് ചായം പുരട്ടൽ മുസ്തഹബാണ്, സുന്നത്താണ്. അതാണ് ശറഅ് തേടപ്പെട്ട ചായം പുരട്ടൽ. കറുപ്പ് കൊണ്ട് ചായം പുരട്ടൽ ഹറാമാണ് ശറഅ്. ചിലർ പറയും, യൂട്യൂബിലൊക്കെ എത്രയോ വിവരമുള്ളവർ തലമുടിയിലും താടിരോമങ്ങളിലൊക്കെ ചായം പുരട്ടുന്നു, കാണുന്നു. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാം, നമുക്കും ചെയ്യാം എന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ അതിനെ ന്യായീകരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകരിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ജൂത വിഭാഗത്തിൻ്റെയും നസാറാക്കളുടെയും പതിവ് ചായം പുരട്ടാതിരിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ ചായം പുരട്ടണം, പക്ഷേ കറുപ്പല്ലാത്തത് കൊണ്ട്. മഹാനായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. ഇങ്ങനെ മാറ്റം വരുത്താം, കറുപ്പ് കൊണ്ട് ചായം പുരട്ടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, നിരോധനകൾ സ്വീകരിക്കണം, വർജിക്കേണ്ടത് വർജിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്ദിരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ,
കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അർഹമുർ റഹീമായ തമ്പുരാൻ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ, ബുദ്ധിമുട്ടുകൾക്ക് പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. മോമിനായി മുസ്ലിമായി ജീവിച്ച് ഭരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.